വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ഷാലോൺ ടെലിവിഷനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനാഗ്നിയിലെ ഈ വചന വിരുന്നിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ധ്യാന വിഷയം കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിവുണ്ടാകുമ്പോൾ നാം ലോകത്തെ അന്വേഷിക്കും. എന്നാൽ തിരിച്ചറിവുണ്ടാകുമ്പോൾ അവൻ അന്വേഷിക്കുന്നത് ദൈവത്തെയാണ്. അറിവുണ്ടാകുമ്പോൾ ലോകത്തെ അന്വേഷിക്കുന്നു, എന്നാൽ തിരിച്ചറിവുണ്ടാകുമ്പോൾ നാം ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇന്ന് നീ തിരിച്ചറിവുള്ള വ്യക്തിയായിട്ടാണോ ജീവിക്കുന്നത്, അതോ അറിവുള്ളവനായി ലോകത്തെ സ്നേഹിക്കുകയാണോ? എങ്കിൽ നമുക്ക് പരിശോധിക്കാം. തിരിച്ചറിവുള്ളവൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറുന്നു, അറിവുള്ളവൻ ലോകത്തെ അന്വേഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അറിയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ാമത്തെ തിരുവചനം, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വരുവിൻ. ബൈബിളിൽ പരിശോധിക്കുമ്പോൾ ലോകത്തിലേക്ക് അറിവുണ്ടായ കാലത്ത് സഞ്ചരിച്ച അനേകം വ്യക്തികൾ അവസാന നാളുകളിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവിങ്കിലേക്ക് ഓടി വരുന്നത് കാണാൻ കഴിയും. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ധൂർത്തപുത്രൻ്റെ ഉപമ പറയുമ്പോൾ, ധൂർത്തപുത്രൻ പിതാവിൻ്റെ സമ്പത്തിനെക്കുറിച്ചും ലോകത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ അവൻ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി. അവൻ തനിക്ക് കിട്ടിയതെല്ലാം സ്വരുക്കൂട്ടി ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ലോകത്തിലേക്ക് ഇറങ്ങി ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ, ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ അവൻ പെടാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ ആദ്യം ഉപേക്ഷിച്ചത് അവൻ്റെ അപ്പനെയാണ്. അങ്ങനെ അവൻ ലോകത്തിലേക്ക് ഇറങ്ങി ലോകത്തിൻ്റെ സുഖങ്ങളിൽ കഴിയുന്നുണ്ട്. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, ഉപമയിൽ മൂത്ത പുത്രൻ പറയുന്നുണ്ട്, ഇവൻ വ്യഭിചാരികളോടൊപ്പം ധൂർത്തടിച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയവനല്ലേ. അങ്ങനെ അപ്പൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അവൻ നഷ്ടപ്പെടുത്തി ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ധൂർത്തനായി. പക്ഷേ ഒരു പ്രത്യേകത, അവൻ ലോകത്തിൻ്റെ അറിവുകൾക്കും ലോകത്തിൻ്റെ സുഖങ്ങൾക്കും അടിമപ്പെട്ട് അവസാനം വലിയ ഒരു ദരിദ്രനായിട്ട് മാറി. വലിയ ഒരു ക്ഷാമം അവിടെ ഉണ്ടായി എന്നാണ് ലൂക്കാ സുവിശേഷം എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ മറന്ന് ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ ഒരു ക്ഷാമമുണ്ടാകും. ലോകത്തിൻ്റെ സുഖങ്ങൾക്ക്, ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ലോകത്തിൽ തന്നെ വലിയ ഒരു ക്ഷാമമുണ്ടാകും. അതുകൊണ്ട് തിരിച്ചറിയുക. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. നീ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പരിശോധിക്കണം നിന്റെ ദൈവവും നീയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമാണ് എന്ന്. എന്നാണ് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ നിയമങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ നിയമങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുകയില്ല. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായം 6-ാമത്തെ തിരുവചനം,
ജഡികാഭിലാഷങ്ങൾ അവനെ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ അഭിലാഷങ്ങൾ അവനെ ജീവനിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തി ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, ഭൗതിക സുഖത്തിൻ്റെ അടിമയായി കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ ഒരു പൗരൻ്റെ ഭവനത്തിൽ അഭയം തേടുകയാണ്. പന്നിരുന്നിരുന്ന തവിട് കൊണ്ടെങ്കിലും തൃപ്തിപ്പെടാൻ അവൻ ആഗ്രഹിച്ചു. ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പാപത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, പ്രിയപ്പെട്ട സഹോദര, നിനക്ക് ജീവിതത്തിൽ ഒരു ക്ഷാമമുണ്ടാകും. നിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ നീ കടന്നു പോകും. ധൂർത്തപുത്രന് മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു പൗരൻ്റെ ഭവനത്തിൽ അഭയം തേടി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഒന്നുമില്ലാത്തപ്പോൾ അവൻ പിതാവിനെക്കുറിച്ച് ഓർത്തു. പിതാവിനെക്കുറിച്ച് ഓർത്തപ്പോൾ, പിതാവിനെക്കുറിച്ച് ചിന്തയുണ്ടായപ്പോൾ വളരെ തീഷ്ണതയോടുകൂടി ആ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചറിവ് ഉണ്ടായി തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചിന്തയുണ്ടായാൽ, ആത്മീയ ശക്തിയെക്കുറിച്ച്, ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ബോധ്യമുണ്ടായാൽ, ആ ദൈവിക ശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടായാൽ ഒരിക്കലും ലോകത്തിൻ്റെതായി ജീവിക്കാൻ ആഗ്രഹിക്കുകയില്ല. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ലോകത്തെ ഉപേക്ഷിക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ലോകത്തിൻ്റെ സുഖങ്ങളെ ഉപേക്ഷിക്കുവാൻ നിനക്ക് ശക്തിപ്പെടുത്തണം. അതുകൊണ്ടാണ് ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം പൗലോസ് വളരെ തീഷ്ണതയോടുകൂടി പറയുകയാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വതും ഞാൻ നഷ്ടമായി കരുതുന്നു. നഷ്ടമായി മാത്രമല്ല, ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ് ലീഗ പറയുകയാണ്, ബാക്കിയുള്ളതെല്ലാം, ഈ ലോകത്തിൻ്റെതായിട്ടുള്ളതെല്ലാം ഉച്ഛിഷ്ടമാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാം ഉച്ഛിഷ്ടമാണ്. അതുകൊണ്ട് വചനത്തിലൂടെ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ലീഗ പറയുക, നാം ഇനിമേൽ അന്യരോ പരദേശികളോ അല്ല, അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ പൗരന്മാരുമാണ്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ്. അതിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ സ്വർഗീയമായിട്ടുള്ള ബന്ധങ്ങളാണ്. വിശുദ്ധരാണ് നമ്മുടെ സഹപ്രവർത്തകർ. ദൈവികമായ കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ നയിക്കേണ്ടത്. നീ ഇന്ന് ലോകത്തിലാണെങ്കിൽ ദൈവികമായ സന്തോഷം നഷ്ടപ്പെട്ടവനായിട്ട് തീരുകയാണ്. ഇത് തന്നെയല്ലേ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കേവൂസിനെ കുറിച്ച് പറയുന്നത്. സക്കേവൂസിന് ഒരു കാലത്ത് ബന്ധങ്ങളുണ്ട്, കൂട്ടുകെട്ടുകളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, സുഖങ്ങളുണ്ട്, സമ്പത്തുണ്ട്. അന്ന് സക്കേവൂസ് ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. സക്കേവൂസ് ദൈവത്തെ തിരിച്ചറിയാത്ത കാലഘട്ടങ്ങളിൽ സക്കേവൂസിന് ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള അനേകം നന്മകൾ കാണുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ദൈവമില്ല. ദൈവമില്ലാതിരുന്നപ്പോൾ സക്കേവൂസിന് എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതി. പ്രിയപ്പെട്ട സഹോദരി സഹോദര, ഇന്ന് വചനം കേൾക്കുമ്പോൾ പരിശോധിക്കണം. ഇന്ന് ഉച്ഛിഷ്ടം പോലെയുള്ള, ഒരുപക്ഷെ ദൈവത്തെ നഷ്ടപ്പെടുത്തി എല്ലാ വിധത്തിലും തകർന്ന വ്യക്തിയാണോ നീ എന്ന് പരിശോധിക്കണം. ഭൗതികമായിട്ടെല്ലാം ഉച്ഛിഷ്ടം പോലെ നീ ആസ്വദിക്കുകയാണോ? ദൈവത്തെ നഷ്ടപ്പെടുത്തിയവർക്ക്, ദൈവമില്ലാതെ ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം ഉച്ഛിഷ്ടമാണ്. ദൈവമില്ലാതെ ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ ഉച്ഛിഷ്ടം പോലെ കാണാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നീ തിരിച്ചറിഞ്ഞാൽ നിനക്ക് ദൈവം മാത്രം മതി. ഈ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഈശോ കടന്നു വരികയാണ്. സക്കേവൂസേ, നീ വേഗം താഴേക്ക് ഇറങ്ങി വരിക. സക്കേവൂസിനോട് വേഗം താഴേക്ക് ഇറങ്ങി വരിക എന്ന് ഈശോ പറയുന്നത് അവൻ്റെ ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ഇറങ്ങി വരിക, അവൻ്റെ ലോകത്തിൽ നിന്ന് അവൻ്റെ ദൈവത്തിലേക്ക് ഇറങ്ങി വരിക. അതാണ് നമ്മൾ കേട്ട വചനം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ നീ ദൈവത്തിലേക്ക് തിരിച്ചു വരിക. ഒരുപക്ഷെ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ, നിനക്ക് കരുതി വച്ചിരിക്കുന്ന അനേകം ഭൗതിക നേട്ടങ്ങളുണ്ട്, ഭൗതിക സന്തോഷങ്ങളുണ്ട്. നിനക്ക് കണ്ടെത്തി സുഖിക്കാൻ കഴിയുന്ന, നിനക്ക് കണ്ടെത്തി പറയാൻ കഴിയുന്ന, നിനക്ക് കാണിച്ചു കൊടുക്കാൻ നിനക്ക് ദൃശ്യമായിട്ടുള്ള അനേകം സുഖസൗകര്യങ്ങളുണ്ട്. പക്ഷേ നീ ഇന്ന് സന്തോഷവാനാണോ എന്ന് പരിശോധിക്കുക. നീ ഇന്ന് തൃപ്തനാണോ എന്ന് പരിശോധിക്കുക. നിന്റെ കുടുംബ ബന്ധങ്ങൾ നീ തൃപ്തനാണോ എന്ന് പരിശോധിക്കുക. നിന്റെ ഭൗതിക നേട്ടങ്ങൾ നീ തൃപ്തനാണോ എന്ന് പരിശോധിക്കുക. പ്രിയപ്പെട്ട സഹോദരി സഹോദര, യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഈശോയെ നീ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നില്ലെങ്കിൽ ഉച്ഛിഷ്ടം പോലെയാണ് നിന്റെ ജീവിതം.
സക്കേവൂസിന് തിരിച്ചറിവുണ്ടായി, എനിക്കെൻ്റെ ഈശോയെ കൂടാതെ ഈ ഭൂമിയിൽ സന്തോഷവാനായി കഴിയാൻ സാധിക്കുകയില്ല. ഉടനെ അവൻ അന്വേഷിക്കുന്നത് യേശു ഏത് വഴിയിൽ കൂടിയാണ് വരുന്നത്. ഈശോ വരുന്ന വഴി അന്വേഷിച്ചു. ഈശോയെ കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അന്വേഷിച്ചത് ഈശോ കടന്നു പോകുന്ന വഴിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചാൽ, നീ ദൈവത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചാൽ, നീ അന്വേഷിക്കുന്നത് കർത്താവിൻ്റെ വഴികളാണ്. ഹല്ലേലൂയ! ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരികയാണ്. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഈശോ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നീ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് ദൈവാനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഒത്തിരിയധികം കരയുന്നവരല്ലേ നമ്മളെല്ലാവരും? ആവശ്യത്തിലധികം തകർച്ചകളില്ലേ? ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരി നേട്ടങ്ങളുള്ളെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം കണ്ണീരൊഴുക്കുന്ന വ്യക്തിയാണ് നീ പരിശോധിക്കുക. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാതെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ സക്കേവൂസ് എല്ലാം വിതരണം ചെയ്യുകയാണ്. തനിക്കുള്ളതെല്ലാം ലോകത്തിന് വിട്ടുകൊടുക്കുകയാണ്. കാരണം സക്കേവൂസിൻ്റെ ദൈവമുണ്ടല്ലോ. ഇതുപോലെ നീ ദൈവത്തെ സ്വന്തമാക്കിയാൽ നിൻ്റെ കൂട്ടത്തിലുള്ള നിനക്കുള്ളതെല്ലാം ഉച്ഛിഷ്ടമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിവുള്ള വ്യക്തിയായിട്ട് തീരുക. യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത് തിരിച്ചറിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് കൊരിന്തോസുകാർക്കെതിരെ 1-ാം ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പൗലോസ്ലീഹ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. ലൗകിക മനുഷ്യൻ്റെ ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു. ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് പറയുന്നു. ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു. ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് ദൈവം അറിയുന്നു. നീ ബുദ്ധിയുള്ളവനാണ്, അതല്ല വലിപ്പം എന്ന് പറയുന്നത്. നീ ബുദ്ധിയുള്ളവനായി തീർന്നു എന്നുള്ളതല്ല വലിപ്പം. നീ ദൈവത്തെ അറിയുന്നു എന്നതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വലിപ്പം. നീ ദൈവത്തെ അറിയുന്ന വ്യക്തിയാണോ? 1 കൊരിന്തോസ് 3:18 ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ബോഷനാക്കുക. ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ബോഷനാക്കുക. ഹല്ലേലൂയ! ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നീ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ അതാണ് യഥാർത്ഥമായ അറിവ്. നീ ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. പരിശുദ്ധനായവനെ, രക്ഷകനായ യേശുവിനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. നീ അറിയുന്ന ദൈവത്തെ അറിയുന്ന വ്യക്തിയായിട്ടാണോ നീ ജീവിക്കുന്നത്? നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ദൈവത്തിൻ്റെ അടുത്തുണ്ട്. നിന്റെ എല്ലാ പ്രതിസന്ധികൾക്കുള്ള ഉത്തരം ദൈവത്തിൻ്റെ അടുത്തുണ്ട്. നിന്റെ എല്ലാ തകർച്ചകൾക്കുള്ള പരിഹാരം ദൈവത്തിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദര, ഈ വചനം കേൾക്കുമ്പോൾ നീ വിശ്വസിക്കണം, നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരം നൽകാൻ ദൈവത്തിനേ കഴിയുള്ളൂ. നിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ നിന്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നീ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ ഒരു നിമിഷം പോലും ഈ ലോകത്തിൻ്റെതായി ജീവിക്കാൻ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പഠനങ്ങൾ പോലും ഒരുപക്ഷെ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും. നീ അറിയേണ്ടത് നിന്റെ ദൈവത്തെയാണ്. അതുകൊണ്ടാണ് എഫെസോസുകാർക്ക് ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് അടിമയായി. അതാണ് ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ്.
ഇത് തന്നെയാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ രഹസ്യം അവർക്കറിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ അറിയുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുക. ദൈവത്തെ അറിയുന്ന യഥാർത്ഥ തിരിച്ചറിവുള്ള വ്യക്തിയായിട്ട് മാറുക. അറിവുള്ളവനല്ല, തിരിച്ചറിവുള്ളവനായിട്ട് മാറുക. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങളിൽ പാപിനിയായ സ്ത്രീ ഈശോ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഓടി വരികയാണ്. അവൾ കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദം കഴുകി, തലമുടി കൊണ്ട് തുടച്ചു, അവൻ്റെ പാദങ്ങളിൽ ചുംബിച്ചു. അവൾക്ക് മനസ്സിലായി, എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിലൂടെ മാത്രമേ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിലൂടെ മാത്രമേ തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളെല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നവരല്ലേ. അതുകൊണ്ടല്ലേ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പരിശുദ്ധരും നിഷ്കളങ്കരും ദൈവ പൈതലായി തീരുവാനുള്ള വിളിയാണ് നിന്റെ വിളി. ഒരു ദൈവമകനായി, ഒരു ദൈവമകളായി ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജെറമ്യ 1:5, മാതാവിൻ്റെ ഉദരത്തിൽ ജന്മം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് എങ്കിൽ നിന്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പാപിനിയായ സ്ത്രീ കണ്ണുനീരുകൊണ്ട് പാദം കഴുകി, തലമുടി കൊണ്ട് തുടച്ച്, പിന്നീട് അവൾ പോകുന്നത് വിശുദ്ധിയാകാൻ വേണ്ടിയാണ്. പിന്നീട് അവളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്. അവളുടെ എല്ലാം കർത്താവിൻ്റെ പാദത്തിൽ ഇറക്കി വെച്ചു. അവൾ തീരുമാനമെടുത്തു, എനിക്ക് ഇനി യേശുവിൻ്റെതായിട്ട് ജീവിക്കണം. നീ യേശുവിൻ്റെതായിട്ട് ജീവിക്കുമ്പോൾ നിന്നിലൂടെ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ഒഴുകും. നീ യേശുവിൻ്റെതായി ജീവിച്ചാൽ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ മകനായിട്ട് മാറും. അതുകൊണ്ട് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് കഴിയാം. യേശുവിൻ്റെ സാക്ഷികളായിട്ട് മാറാനായിട്ട് കഴിയാം. റോമാലേഖനം 1-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ, അതിന് 21 മുതലുള്ള തിരുവചനങ്ങളിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യുക്തി വിചാരങ്ങൾ പോലും നിഷ്ഫലമായിട്ട് തീരും. ജ്ഞാനികളെന്ന ഭാവേന അവർ ഭോഷന്മാരായിത്തീർന്നു. ബുദ്ധിമാന്മാരെന്ന ഭാവേന അവർ ഭോഷന്മാരായിത്തീർന്നു. യഥാർത്ഥ ജ്ഞാനം ദൈവത്തെ അറിയുന്നതാണ്. യഥാർത്ഥ അറിവ് ദൈവത്തെ കണ്ടെത്തുന്ന ആയിത്തീരുകയാണ്. നീ ദൈവത്തെ കണ്ടെത്തിയാൽ നീ അറിവുള്ളവനാണ്. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ കർത്താവിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹം പേർ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. നീ ദൈവത്തെ ആശ്രയിക്കുന്നവനായിട്ട് തീരുക. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നീ വിശ്വാസിയാണെങ്കിൽ, ആശ്രയിക്കുന്നവനാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. അതുകൊണ്ടല്ലേ നമ്മൾ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശു നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. യേശുവാണ് യഥാർത്ഥ വഴി. അതുകൊണ്ടാണ് എഫേസസ് 2:10, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. പിശാച് നിന്നോട് പറയുന്നത് നീ ലോകത്തിൻ്റെതാണ് എന്നാണ്. അതുകൊണ്ട് ഈ വചനാദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് വിചാരിച്ചു. ഈ പൗലോസ്ലീഹ ഒരു കാലത്ത് സാവൂളായിരുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അവൻ ലോകത്തിൻ്റെ അടിമയായിരുന്നു. ലോകത്തിൻ്റെ അടിമയായതുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ എല്ലാം പീഡിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഓരോ ക്രിസ്ത്യാനിയും മരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിച്ചിരുന്ന വ്യക്തിയാണ് സാവൂള്. എന്നാൽ തിരിച്ചറിവുണ്ടായപ്പോൾ അവൻ കർത്താവിന് വേണ്ടി മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഫിലിപ്പിയർ 1:21. ആഗ്രഹം ക്രിസ്തുവിനോടൊപ്പം മരിക്കാനാണ്. ആഗ്രഹം ക്രിസ്തുവിൻ്റേതായിട്ട് മാറാനായിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ അറിവ് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നത് തന്നെയായിരിക്കണം. നീ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവനായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്.
നീ യേശുക്രിസ്തുവിനെ അറിയാതെ ലോകത്തെ അറിയുന്ന വ്യക്തിയാണോ എങ്കിൽ നിന്റെ ജീവിതത്തിന് ഇന്ന് അർത്ഥമില്ല. അർത്ഥമുള്ള ജീവിതമാണോ നയിക്കുന്നതെന്ന് പരിശോധിക്കുക. ജീവിതത്തിന് യഥാർത്ഥത്തിൽ അർത്ഥം നീ കണ്ടെത്തിയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകാനുള്ളവൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട. ബൈബിളിലുടനീളം എഴുതിയിരിക്കുന്ന വചനമാണ് ഭയപ്പെടേണ്ട. കാരണം എല്ലാ ആകുലതകൾക്കും അസ്വസ്ഥതകൾക്കും ദൈവത്തിൻ്റെ അടുത്ത് ഉത്തരമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിക്കുക. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. പുതിയ നിയമത്തിൽ തന്നെ മത്തായി സുവിശേഷകനെ കുറിച്ച് പറയുക. മത്തായി സുവിശേഷകൻ ഈ ചുങ്കം പിരിക്കുന്ന സ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുമ്പോൾ കർത്താവ് അവനെ തേടി, അവനെ അടുത്തേക്ക് വന്നു. ആ മത്തായി ശ്ലീഹായുടെ അടുത്തേക്ക് വന്ന് കർത്താവ് അവനെ വിളിക്കുമ്പോൾ മത്തായി ചിന്തിച്ചു, എൻ്റെ പണമാണോ എന്നെ വിളിച്ചവനാണോ വലുത്? എൻ്റെ പണമാണോ എന്നെ വിളിച്ചവനാണോ വലുത്? മത്തായിക്ക് മനസ്സിലായി, ഈ പണം നൽകാൻ കഴിവുള്ളവനാണ്, നിന്റെ സമ്പത്ത് നൽകാൻ കഴിവുള്ളവനാണ് നിന്നെ ഈ ബാക്കിയുള്ള ഭൗതിക സുഖങ്ങളെക്കാൾ വലിയവൻ. അതുകൊണ്ട് മത്തായി തൻ്റെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പുറകെ പോയി. കാരണം എല്ലാം നൽകാൻ കഴിവുള്ളവൻ അവൻ്റെ ശിഷ്യനായി തീരുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നേട്ടം. എല്ലാം നൽകാൻ കഴിയുന്നവനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നീ ഭാഗ്യപ്പെട്ടവനാണ് എങ്കിൽ നിൻ്റെ ജീവിതത്തെ നയിക്കേണ്ടത് കർത്താവാണ്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ നേരത്തെ കേട്ടു, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വതും ഞാൻ നഷ്ടമായി കരുതുന്നു, ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, നീ ദൈവത്തെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട്, നീ ദൈവത്തെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അറിവിന് പറയുന്ന പേരാണ് തിരിച്ചറിവ്. ആ അറിവിന് പറയുന്ന പേരാണ് തിരിച്ചറിവ്. തിരിച്ചറിവുള്ള വ്യക്തിയായിട്ടാണോ ജീവിക്കുന്നത്? കാരണം നാം ദൈവത്തിൽ നിന്ന് വന്നു, തിരിച്ച് ദൈവത്തിലേക്ക് പോകാനുള്ളവനാണ്. എങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം ആർക്ക് വേണ്ടി ജീവിക്കണം? നിന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നീ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മകനാണ്, നീ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകളാണ്. അതുകൊണ്ട് ഒരിക്കലും നീ ഭൂമിയിൽ ഭഗ്നാശരാകരുത്, ഒരിക്കലും അസ്വസ്ഥരാകരുത്, ആകുലരാകരുത്. കാരണം നിന്നെ വിളിച്ചവൻ വലിയവനാണ്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ കർത്താവിന് നിന്റെ ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളെയും വലിയ ആകുലതകളെയും വലിയ തകർച്ചകളെയും ഏറ്റെടുക്കാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയർ ലേഖനം 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എന്നെ ശക്തനാക്കുന്ന ദൈവം, എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവം, എൻ്റെ കൂടെയുള്ള ദൈവം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ നാമത്തിന് നിന്നെ അനുഗ്രഹിക്കുവാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ ഏറ്റെടുക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകാം, യേശുവിനെ അറിയുന്ന വ്യക്തികളായിട്ട് മാറാം, തിരിച്ചറിവുള്ളവരായിട്ട് മാറാം. തിരിച്ചറിവുള്ളവർ ആദ്യം ദൈവത്തെങ്കിലേക്ക് ഓടും. ധൂർത്തപുത്രൻ ഓടുകയാണ്. പന്നിക്കുട്ടി വെച്ച് തിരിച്ചറിവുണ്ടായപ്പോൾ അവൻ ഓടുന്നത് അവൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. സക്കേവൂസ് തിരിച്ചറിവുണ്ടായപ്പോൾ പണമെടുത്തെറിയുകയാണ്. കാരണം നിധിയായി ദൈവം കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനിയുടെ നിധി യേശുക്രിസ്തുവാണ്. ഒരു ക്രിസ്ത്യാനിയുടെ നിധി യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. പാപിനിയായ സ്ത്രീ തിരിച്ചറിവുണ്ടായപ്പോൾ അവളുടെ കണ്ണുനീര് കർത്താവിൻ്റെ പാദത്തിൽ വെച്ച് അവളുടെ പാപജീവിതത്തെ മുഴുവനായിട്ട് ഉപേക്ഷിച്ചു. അവൾ ക്രിസ്തുവിൽ നിന്ന് രക്ഷയിലേക്ക് ഓടുകയാണ്. വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും ബാറൂക്കിൻ്റെ പുസ്തകം 4:28 ആവർത്തിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ അവിടുത്തെ അടുത്തേക്ക് തിരിച്ചു വരുവിൻ, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവിൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക്, ഈ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ലോകത്തിലാണ് ജീവിച്ചതെങ്കിൽ പൗലോസ്ലീഹായെ പോലെ ഞാൻ ഹൃദയത്തിൽ ഏറ്റുപറയുകയാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കറിയേണ്ട. എൻ്റെ എല്ലാ ആകുലതകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം എൻ്റെ ദൈവത്തിൻ്റെ അടുത്തുണ്ടല്ലോ. ആ കർത്താവിനെ ഞാൻ ഹൃദയം തുറന്ന് സ്വീകരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ആഗ്രഹിക്കാം ഈ ലോകത്തിൻ്റേതല്ലാതെ ദൈവത്തിൻ്റേതായിട്ട് മാറാൻ.
പൗലോസിനെ പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമെന്ന് ഏറ്റുപറഞ്ഞ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി സാക്ഷിയായിട്ട് പൗലോസ് ശ്ലീഹ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 2 തിമോത്തിയോസ് 2:2 യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കാം. അങ്ങനെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ഈ ഭൂമിയിലെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ച് യഥാർത്ഥ സാക്ഷിയാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കാം. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഈ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെല്ലാവരും കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ ലൗകികമായിട്ടുള്ള ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ യേശുവിനെ മാത്രം മതി, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമായ മാത്രം മതി, ദൈവാനുഗ്രഹം പ്രാപിച്ചാൽ മതി, ആ ഒരു ചിന്തയോടുകൂടെ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.